കർഷകർക്ക് ആശ്വാസമായി തൃശൂർ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലെ 1080 ഏക്കർ കൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു. നിലവിൽ 500 ഏക്കറോളം ഭൂമിയിലെ വിളവെടുപ്പാണ് പൂർത്തിയായത്. മുൻകാലങ്ങളിൽ മഴയിൽ മുങ്ങാറുള്ള വിളവെടുപ്പാണ് ഇക്കുറി കർഷകർക്ക് ആഹ്ലാദവും ആശ്വാസവും നൽകിക്കൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നടക്കുന്നത്. കഴിഞ്ഞ തവണ അന്തിക്കാട് പാടശേഖരത്തെ സോൺ 2 ഉൾപ്പെടുത്തിയതിനാൽ കൃഷി വൈകുകയും അത് കൃഷിയിറക്കിനെയും തുടർന്ന് വിളവിനെയും ബാധിച്ചിരുന്നു. നിലവിൽ അന്തിക്കാട് പാടശേഖരം സോൺ 1 ഉൾപ്പെട്ടതോടെ കൃഷിയിറക്കുന്നതിനും വിളവെടുക്കുന്നതിനും കുതിപ്പേകാൻ സഹായകമായെന്നും കർഷകർ പറയുന്നു. കൊയ്ത്ത് കഴിഞ്ഞു, 30% കഴിഞ്ഞു ഈ ഭാഗത്ത്. ഇന്നിപ്പോൾ തൂക്കം എടുക്കണില്ല എന്ന് മാത്രം, ഇന്ന് വൈകിട്ടേ തൂക്കം എടുക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് തൂക്കം പിടിക്കാനുള്ള കാരണം കൊണ്ട് അവർക്ക് വൈകിട്ടേ വരുള്ളൂ. പിന്നെ എല്ലാ പരിപാടികളും ഇവിടെ സ്പീഡായിട്ടിപ്പോൾ നടക്കണം. കൊയ്ത്തും കൊണ്ടുപോലും ഒക്കെ നല്ല സ്പീഡാണ്. ഫാം റോഡുകളും അനുബന്ധ ബണ്ടുകളുമെല്ലാം സഞ്ചാരയോഗ്യമായതോടെ പാടത്തേക്ക് വാഹനങ്ങൾ നെല്ല് കയറ്റാൻ നേരിട്ടെത്തിക്കുന്നതും പതിവായി കഴിഞ്ഞു. സർക്കാർ നടപ്പിലാക്കിയ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റുകളും കൃഷിയുടെ വേഗപ്പോക്കിന് കാരണമായിട്ടുണ്ട്. 100 ഏക്കറിന് ഒരു സബ്മേഴ്സിബിൾ പമ്പ് എന്നതിനനുസരിച്ചുള്ള പമ്പ് സെറ്റുകൾ അന്തിക്കാട് പാടശേഖരത്തിന് ഇപ്പോഴും ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിലുള്ള സെറ്റുകൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ പ്രകടമാണെന്നും കർഷകർ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തേലൊക്കെ അപേക്ഷിച്ച് ഈ കൊല്ലം നെല്ലും നല്ല മാതിരി ആയിട്ടുണ്ട്. പിന്നെ കയറ്റി കൊണ്ടുപോകാനെല്ലാം സൗകര്യം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, വളരെ നല്ല മാതിരിയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. നെല്ല് വളരെയധികം നന്നായിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം, അത് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. പിന്നെ കയറ്റി കൊണ്ടുപോകാനും എല്ലാറ്റിനും വേഗം പണികൾ നടക്കുന്നുണ്ട്. റീബിൽഡ് കേരളയുടെ ഭാഗമായി ഫാം റോഡുകളും ബണ്ടുകളും ബലപ്പെടുത്തിയത് പുതിയ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും കാരണമായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.